ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വ്ളോഗുകളൊക്കെ എല്ലാം ഇനി ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം. നല്ല രീതിയിൽ ജലദോഷം ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായി ഈ വ്ളോഗുകളെല്ലാം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗുകളെല്ലാം ഒരുവിധമുള്ള എല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ കുറേശ്ശെ ഷോർട്സായിട്ട് മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വ്ളോഗ് എടുക്കാൻ കാരണം ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ വ്ളോഗ് എടുത്തില്ലേ പിന്നെ എന്താ അല്ലേ. അപ്പം പിന്നെ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ നമുക്കിന്നൊരു ചെറിയൊരു സദ്യ ഒരുക്കണം, പിന്നെ നമുക്ക് ഉത്സവത്തിനൊക്കെ പോകണ്ടേ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കണ്ട് കാണണം. പിന്നെ അതുകൂടാതെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ എന്നത്തെയും പോലെ തന്നെ ഞാൻ ഇന്ന് ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേറ്റിട്ടില്ല. കാരണം നമുക്ക് സാവധാനം ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗസ്റ്റുകൾ ആരുമില്ല. ഞാനും ഇവിടെ അച്ഛനും അമ്മയും അതേപോലെ ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. ഗസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ചേട്ടത്തിയൊക്കെ വരും, പക്ഷെ അവർ വൈകിട്ടേ എത്തും. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് അങ്ങനെ ജഗപുകയായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാവധാനമാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അരി അടപ്പയിൽ അങ്ങോട്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മിറ്റൻ എൻ്റെ ഷോർട്സ് കണ്ടാണ് ഞങ്ങൾ ഇതിലൊരു തിരുവാഭരണ ഘോഷയാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയായിരുന്നു. നമ്മുടെ ഈ മിറ്റമൊക്കെ ഒന്ന് ചെറുതായ രീതിയിലൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി എടുത്തതിന് ശേഷം അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ പിന്നെ സാവധാനം അടുക്കളയിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ചോറിന് അരി അടപ്പയിട്ട സമയം കൊണ്ട് തന്നെ നമ്മൾ സാമ്പാറിനുള്ള സെറ്റപ്പുകൾ ചെയ്തിരുന്നു. സാമ്പാറിന് കുറച്ച് പച്ചക്കറികളെല്ലാം കൂടി മഞ്ഞൾപ്പൊടിയും ഉപ്പും കായവും ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അത് വേവിച്ച് അടപ്പയിലോട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ പോയി കട്ടൻ ചായ ഇട്ട് പുറത്ത് പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത്. അതിനുശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വന്ന് ഇരുമ്പേട്ടിയിലേക്ക് ചട്ടി വെച്ചു. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുത്തു. എൻ്റെ വീഡിയോസ് കാണുന്ന ഇവിടുത്തെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞാൽ വെണ്ടയ്ക്ക വറുത്തെടുത്ത് സാമ്പാറിലിടണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് വെണ്ടയ്ക്ക സാമ്പാറിലിടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചേച്ചി പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ വെണ്ടയ്ക്ക മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക മൂപ്പിച്ച് മാറ്റിയതിന് ശേഷം ഇച്ചിരി തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം സാമ്പാർ പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി പിന്നെന്തായിരുന്നു ഉലുവാപ്പൊടി അങ്ങനെ കുറച്ച് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ഐറ്റംസ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് ഇത് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സാമ്പാർ റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് സാമ്പാർ അങ്ങ് റെഡിയാക്കിയതിന് കാരണമെന്ന് പറയുന്നത് ഇന്ന് അപ്പമാണ് കഴിക്കാനുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു സാമ്പാറും കൂടി ആക്കാമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ ഇനി വേറെ കറികൾ വെക്കാൻ നിൽക്കേണ്ട, സാമ്പാർ അങ്ങ് എടുത്ത് കാപ്പിക്ക് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് തന്നെ സാമ്പാർ റെഡിയാക്കുന്നത്. എനിക്ക് ജലദോഷം ഇതുവരെ പനി മാറിയിട്ടില്ല. ഏകദേശം 1 മാസത്തോളമായി എനിക്ക് പനി തുടങ്ങിയിട്ട് ഇതുവരെ പനി മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിനകത്തേക്ക് ചൂടാക്കിയ പൊടി ഐറ്റംസ് എല്ലാം കൂടി അങ്ങിട്ട് വെച്ച് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ ആവശ്യാനുസരണം നമ്മൾ കുറുകിയിരിക്കുന്നതിനനുസരിച്ച് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതെല്ലാം ചേർത്ത് ഞാനങ്ങ് അടപ്പയിലേക്ക് വെച്ച് ഏറ്റവും അവസാനമാണ് വഴറ്റിയ വെണ്ടയ്ക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനത് അടച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചു. അത് തിളച്ച് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ നേരെ നമ്മുടെ അപ്പം ചുട്ടെടുക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ അപ്പം ദോശക്കല്ലാണ് ചുടുന്നത്. എൻ്റെ മോന് അപ്പച്ചട്ടിയിൽ ചുടുന്നത് അപ്പം ഇഷ്ടമല്ല, അവൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശക്കല്ലാണ് ഞാൻ അപ്പം ചുട്ടെടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പവും കൂടി അങ്ങ് ചുട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അപ്പമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവിയലിന് അമ്മ കുറച്ച് അവിയലിന് അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് അടപ്പയിലേക്ക് വെച്ചതിന് ശേഷം നേരെ പോയി തുണി കുറച്ച് കഴുകിടാണ്ടായിരുന്നു. തലേന്നത്തെ വിളക്കിന് നമ്മൾ സാരി കൊടുത്തല്ലേ പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് തുണികളും അതേപോലെ കുഞ്ഞുങ്ങളുടെ അങ്ങനെ കുറച്ച് തുണി അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട്
പിന്നീട് വന്നപ്പോഴത്തേക്കും നമ്മൾ പോത്തിറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മൾ കുക്കറിനകത്തേക്ക് അടച്ച് കുറച്ച് വിസിൽ കേൾക്കട്ടെ, നന്നായിട്ട് വേവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അടച്ച് നമ്മുടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ അത് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ളത്, അവന്മാർ അപ്പോഴത്തേനെ എഴുന്നേറ്റ് വന്നതേ ഉള്ളായിരുന്നേ. അപ്പോൾ ആ സമയം കൊണ്ട് അവർക്ക് കഴിക്കാനുള്ളതെല്ലാം അങ്ങ് ആക്കി കൊടുത്തു, അപ്പവും സാമ്പാറും. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ണിക്കുട്ടൻ എനിക്ക് സാമ്പാർ വേണ്ട എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ സൈഡിൽ ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളേ. അപ്പോൾ അവർ കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു പോത്തിറച്ചി ഉണ്ടെങ്കിലും എനിക്ക് അലർജി ഉണ്ടായതുകൊണ്ട് എനിക്കും ഇവിടെ അമ്മ ഇറച്ചിയൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മീനെടുത്ത് കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരെ പോയിന്ന് കുളിച്ചു, തുണിയെല്ലാം കഴുകി മുഷിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വന്ന്, അപ്പോൾ പച്ചടി ഞാൻ വെള്ളരിക്കയും പച്ചമുളകും കൂടി അരിഞ്ഞ് വേവിക്കാനായിട്ട് ഞാൻ അടപ്പേ വെച്ചിട്ടാണ് പോയത്. അടപ്പേ വെച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് വെന്ത് വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ തേങ്ങയും ജീരകവും കടുകും എല്ലാം കൂടി ഒന്ന് അരച്ച്, ജീരകവും കൊച്ചുള്ളിയും പിന്നെന്താ തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ട് കടുക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് നമ്മൾ ആ വേവിച്ച് വെച്ച വെള്ളരിക്കകത്തേക്ക് ചേർത്ത് വെച്ച് കൊടുത്താൽ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. വെള്ളരിക്ക പച്ചടി റെഡിയായി. അപ്പോൾ അങ്ങനെ അത് ഞാനങ്ങ് മാറ്റി ഒരു പാത്രത്തിനകത്തേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും കൂടി വെക്കുന്നുണ്ട്. ഒരു കളർഫുൾ ഐറ്റംസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ബീട്രൂട്ടും കൂടി ആക്കിയെടുക്കുന്നത്. അല്ലാതെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ആളുകളോ ഗസ്റ്റുകളോ ഒന്നുമില്ല. പിന്നെ രാത്രിയിലേ ഉള്ളൂ, ചേട്ടത്തെയും മക്കളും എല്ലാം രാത്രിയിലേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇത് രാത്രിയിലെ ഈ ഐറ്റംസ് എല്ലാം രാത്രി ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി ഒരു പനിലാവും. എങ്കിലും ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതൊന്നും ഞാൻ പറഞ്ഞല്ലോ സമാധാനത്തിൽ പതുക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്രയും സാധനങ്ങൾ രാത്രി ഇരുന്നപ്പോൾ ചീത്തയായില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ എണ്ണീറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് രാത്രി സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഒന്ന് ചീത്തയായി തുടങ്ങും. അതുകൊണ്ട് ഞാൻ താമസിച്ചെല്ലാം വെച്ചുകൊണ്ട് എല്ലാം നല്ലതുപോലെ തന്നെ ഇരുന്നേത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ബീട്രൂട്ട് ഞാൻ പച്ചടിയാക്കിയിട്ടുണ്ട്. ബീട്രൂട്ടും ഇതേപോലെ തന്നെ ബീട്രൂട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മുടെ തേങ്ങയും ജീരകവും കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് അതും ഒന്ന് ചൂടാക്കിയിട്ട് തൈര് ആവശ്യാനുസരണം കുറച്ച് തൈരും കൂടി ഒഴിച്ച് നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ വെള്ളരിക്ക പച്ചടിക്കകത്ത് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തോന്ന് എനിക്കൊരു സംശയം വന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ആ പാത്രത്തിൽ നിന്ന് തന്നെ ഞാനതെല്ലാം അങ്ങെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇച്ചിരി പരിപ്പ് വെക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് നമ്മുടെ പയറ് ഇലവാക്കിയത് അറിയായിരിക്കും. പരിപ്പായിട്ട് നമ്മൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെങ്കിലും ഞങ്ങൾ ചെറുപയർ വാങ്ങിച്ചിട്ട് അതൊന്ന് മൂപ്പിച്ച് ഒന്ന് പിളർത്തിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി നമുക്ക് കുക്കറിനകത്തേക്ക് വേവിക്കാനായിട്ട് വെക്കാം. വലിയ ഇതൊന്നുമില്ലല്ലോ. ഈ സമയം കൊണ്ട് ഞാൻ ഒരുപാട് കറികളെല്ലാം ആക്കി, ഇതൊന്നും ഞാൻ അങ്ങനെ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഏറ്റവും അവസാനം എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം അവസാനം വന്നപ്പോഴത്തേക്കും എല്ലാം കൂടി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോയുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ശ്രദ്ധ വരുത്തില്ല. അപ്പോൾ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ അത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പയറ് ഞാൻ ഉപ്പ് ചേർത്ത് ഉപ്പ് ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് ഞാനങ്ങ് കുക്കറിലാക്കി അങ്ങ് ഗ്യാസിൽ വെച്ചു. അത് അവിടെ ഇരുന്ന് വേവട്ടെ. വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പോത്തിറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഇനി അത് നമുക്കൊന്ന് വഴറ്റി വെക്കാം. അത് ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് പരമാവധി ഞാൻ എല്ലാ ഐറ്റംസ് വിറകടുപ്പിൽ തന്നെ വെക്കാറുള്ളൂ. ഇന്ന് തന്നെ ആയാലും മീൻ കൂട്ടാനായാലും അവിയലായാലും അതുപോലെ ഇറച്ചിക്കറി ആയാലും ചീനി ആയാലും എല്ലാ സാധനങ്ങളും ഞാൻ അടപ്പേ തന്നെ വേവിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒന്നും ഗ്യാസിൽ വെച്ചേക്കുന്നത് ബീട്രൂട്ട് പച്ചടി അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ ഞാൻ ഗ്യാസിൽ വെക്കാറുള്ളൂ. അപ്പോൾ ഇത് ഇത്രയൊന്ന് വെച്ച്, അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഞാനൊന്ന് നന്നായിട്ട് ഒരു ഉരുളിക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയിട്ട് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് ഞാനത് മൊത്തത്തിൽ എടുത്തിട്ടില്ല കേട്ടോ.
അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മുടെ ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ബീഫും ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നന്നായിട്ട് പരുവത്തിന് അരപ്പ് വേണ്ടുന്ന രീതിയിൽ, ചാറ് വേണ്ടുന്ന രീതിയിൽ പരുവത്തിനാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ അതും റെഡിയാക്കിയതിന് ശേഷം ഞാൻ കറികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചീനിയുണ്ട്, ഇറച്ചിക്കറിയുണ്ട്, മീൻകറിയുണ്ട്, അവിയൽ വെച്ചു, അതേപോലെ പുളിശ്ശേരി ഉണ്ടാക്കി, പിന്നീട് പരിപ്പ് കറി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചടിയും അതേപോലെ ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം നമ്മുടെ കറികളെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ തോരൻ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പായസം വെക്കണമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ പായസവും കൂടി അങ്ങ് റെഡിയാക്കാനായിട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുപ്പിൽ തന്നെ പായസവും റെഡിയായി. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് ഇലയിട്ട് ഞങ്ങൾ 4 പേരും കൂടി, 5 പേരും കൂടി ഞങ്ങളിരുന്ന് ഒരുമിച്ച് കഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഘട്ടം അമ്പലത്തിലേക്ക് പോകാം. ഉത്സവമാണല്ലോ, ഉത്സവം കാണാൻ പോകണമല്ലോ. അപ്പം നമുക്ക് നേരെ ഉത്സവം കാണാനായിട്ട് ഇനി അമ്പലത്തിലേക്ക് പോകാം. അപ്പം ഞാൻ ഇന്ന് നടന്നു പോവാണ്, കാരണം തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നടന്നു വരാമെന്ന് വിചാരിച്ച് ഞാൻ നടന്നു പോവാണ്. നമുക്കിനി അമ്പലത്തിലെ കാര്യങ്ങൾ കാണാം.
അങ്ങനെ ഉത്സവമെല്ലാം കഴിഞ്ഞ് എല്ലാ കെട്ടുകാഴ്ചകളും നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അമ്പലത്തിലേക്ക് പോകുന്നില്ല, കാരണം തീരെ വയ്യ. അത് കാരണം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയില്ല, നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.